ബാക്ക് ടു സന്ധ്യ സ്ലോഗ് ആൻഡ് കിച്ചൺ. ഇന്ന് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്, ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. നമ്മളുണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ കൂട്ടിമടുത്ത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഈ റെസിപ്പി ഒന്ന് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നതാണ്. ഇത് ചപ്പാത്തി, ബ്രെഡ്, ചോറ് അതിൻ്റെയൊക്കെ കൂടെ ഭയങ്കര കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ നോർത്ത് ഇന്ത്യൻ ചിക്കൻ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്പൈസി ചിക്കൻ കറി ഉണ്ടാക്കാം നോക്കാം. ചിക്കൻ കറി റെഡിയാക്കാൻ വേണ്ടി ഞാൻ 1.5 കിലോ ചിക്കനാണ് കഴുകി റെഡിയാക്കി വെച്ചേക്കണേ. ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മസാല പുരട്ടി ഒരു അരമണിക്കൂർ വെക്കണം. അതിന് വേണ്ട മസാലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു. ഒരു ടേബിൾ സ്പൂണോളം ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്തു. 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ഒരു 2-2.5 സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഇനി ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്കിത് ഈ അരപ്പൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി വെക്കണം. അപ്പം നമ്മൾ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പുരട്ടി ഇനി ഇതിൽ അരമണിക്കൂറോളം ഇതിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാം. നമ്മുടെ ചിക്കൻ നമ്മൾ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ആയി റെഡിയായി. ഞാൻ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് നല്ലപോലെ വേഗണ പോലെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്കിത് കോരിയിട്ട് ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഇടാനുള്ളതുണ്ട്. ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മുഴുവനും വറുത്ത് കോരിയെടുത്തു. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് സവാളയും ഗ്രേവിയൊക്കെ റെഡിയാക്കാം. നമുക്ക് സവാള വഴറ്റിയെടുക്കാം ഈ എണ്ണയിൽ തന്നെ. ഞാനൊരു ഇടത്തരം 5 സവാളയാണ് അരിഞ്ഞെടുത്തേക്കണേ. നീളത്തിലാണ് അരിഞ്ഞേക്കണേ. അപ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. സവാള വഴണ്ട് റെഡിയായി വന്നു. ഇനി ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുവാണ്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എണ്ണയിൽ വഴറ്റരുത്. സവാള വാടി പകുതി ആകുമ്പോഴേ ഇത് ചേർക്കാവുള്ളൂ. അപ്പോൾ ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാലകളും കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പച്ചമണം മാറി വന്നു. ഇനി അതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. ഇതൊരു നല്ല സ്പൈസിയായ ചിക്കൻ കറിയാണ്. അപ്പോൾ എരിവൊക്കെ നല്ലവണ്ണം ഉണ്ടാവും. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ഇത് ഈ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇത് ചേർക്കുമ്പോൾ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. 1/4 സ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്തു. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നു. ഇനി അതിലേക്ക് ഞാൻ ഒരു ഇടത്തരം തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. തക്കാളി നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പം ഗ്രേവി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി തക്കാളിയും കൂടെ ഒന്ന് വാടി ശരിയായി വരണം. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് പാക്കറ്റിൽ വാങ്ങുന്ന മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ മസാല നല്ലപോലെ
വരണ്ട് ശരിയായി വന്നു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ സവാള വാട്ടിനൊപ്പം തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ മൂത്ത് റെഡിയായി വന്നു. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഗ്രേവി നല്ലപോലെ ചിക്കൻ പീസ് പിടിക്കുന്ന രീതിയിൽ ഇളക്കി റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഒരു 3/4 ടീസ്പൂണോളം ജീരകപ്പൊടി വീണ്ടും ചേർത്ത് കൊടുത്തു. നിങ്ങളത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അപ്പോഴാണ് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടുന്നത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ 1/2 സ്പൂൺ ജീരകം മാത്രം കാണിച്ചത്. അപ്പോൾ മൊത്തം ഒരു 1.25 സ്പൂണോളം നമുക്ക് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് തണുത്തതിന് ശേഷം ആ ചിക്കൻ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ അത്ര നമുക്ക് അങ്ങോട്ട് ആ ജീരകത്തിൻ്റെ ഫ്ലേവർ കിട്ടില്ല. സൂപ്പർ ടേസ്റ്റായിരിക്കും. ഇതൊക്കെ നല്ലപോലെ ഇളക്കി മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചു. ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. എങ്കിലല്ലേ നമുക്ക് ലൂസായിട്ട് നല്ല ചാറായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് കുറുകി വെക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചപ്പാത്തി ചോറിൻ്റെ കൂടെ അടിപൊളി കറിയാണ്. ഞാൻ ഒരുപാട് ലൂസാക്കി എടുത്തില്ല. ഗ്രേവി ഇങ്ങനെ ഒരു കുറുകിയ പാകത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇനി ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും കൂടെ ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്പൈസി ചിക്കൻ കറി ഇവിടെ ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. നിങ്ങൾ ഈ ചിക്കൻ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്ര അടിപൊളി ടേസ്റ്റാണ് ഇതിന്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ടേക്ക് കെയർ. ബൈ ബൈ.